നമസ്കാരം. പിണറായി സർക്കാർ പലപ്പോഴായി പല സ്വപ്ന പദ്ധതികളും കേരളത്തിനായി സംഭാവന ചെയ്തിട്ടുണ്ട്. സ്വപ്ന പദ്ധതി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതാണ് പതിവ്. പക്ഷേ ഇവിടെ ആകട്ടെ നേരെ മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പദ്ധതികളൊക്കെ തന്നെ സ്വപ്നത്തിൽ മാത്രം ഒതുങ്ങുന്നവ ആയിരുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിൽവർ ലൈൻ അഥവാ കേരയിൽ എന്ന ഒരു പദ്ധതി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4 മണിക്കൂർ കൊണ്ട് എത്താവുന്ന അർദ്ധ അതിവേഗ റെയിൽവേ പാത സംവിധാനമായിരുന്നു ഇത്. 200 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ ഓടിക്കാമെന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. ഏതായാലും കേരളത്തിലെ ജനങ്ങളൊക്കെ തന്നെ അത് വേറെ പ്രതീക്ഷയോടെയാണ് അത് കണ്ടിരുന്നത് എങ്കിൽ പോലും അതിൻ്റെ മറുഭാഗം എന്ന് പറയുന്നത് യാതൊരു തരത്തിലുമുള്ള ഒരു ധാരണയുമില്ലാത്ത രീതിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാനായി ഇവർ മുന്നിട്ടിറങ്ങിയത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച DPR സമർപ്പിച്ചിരുന്നു. അതുതന്നെ കേന്ദ്ര സർക്കാർ പരിഗണിച്ചത് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്. പിന്നീടാണ് DPRൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിൻ്റെ സർക്കാർ പതിവ് പോലെ കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നൊരു സ്ഥാപനം അങ്ങ് സൃഷ്ടിച്ചു. ഇഷ്ടം പോലെ പാർട്ടിക്കാരെ അതിൻ്റെ പ്രധാനപ്പെട്ട പദവികളിലൊക്കെ തന്നെ അങ്ങോട്ട് നിയോഗിച്ചു. എന്നിട്ട് ഇത് സംബന്ധിച്ച സർവേയും ആരംഭിക്കാൻ അവർ പദ്ധതിയിട്ടു. അങ്ങനെ സർവേ ആരംഭിക്കുന്നു. അതായത് ഇതിൻ്റെ പേരിൽ സർവേ നടത്തി നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. എല്ലായിടത്തും മഞ്ഞ കുറ്റികൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഇതിൻ്റെ സർവേ നടപടികൾ ആരംഭിച്ചത്. വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഈ സമയത്ത് പല ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വന്നത്. ഈ റെയിൽവേ ലൈൻ കടന്നു പോകുന്ന ജില്ലകളിലൊക്കെ തന്നെ ഓരോ ആളുകളുടെ വീടിൻ്റെ അടുക്കളയിൽ പോലും കൊണ്ടുവന്ന് ഇവർ കല്ലിട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വിചിത്രമായ കാര്യം. അങ്ങനെ ഇത് ഇപ്പോൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും കൂടെയുള്ള മന്ത്രിമാരും ഒക്കെ പ്രഖ്യാപനങ്ങൾ നടത്തുകയും സാധാരണക്കാരായ ജനങ്ങൾ ഇനി എങ്ങോട്ട് പോകുമെന്ന് അലയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു. ഇതേക്കുറിച്ച് ഇനി അധികം ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പുതിയ നിലപാട്. ഇത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് അദ്ദേഹം ഏതാണ്ട് തുറന്ന് സമ്മതിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതിനായി ഇത്രയും കാലം ചെലവിട്ടത് എത്ര രൂപയായിരുന്നു എന്ന് ആദ്യം നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. 51.26 കോടി രൂപയാണ് ഇതിനോടകം ഈ കേരയിൽ പദ്ധതിക്ക് വേണ്ടി ചിലവാക്കിയത്. ഇതിൽ സർവേക്ക് വേണ്ടി തന്നെ ഏതാണ്ട് 50 ലക്ഷം രൂപയോ മറ്റോ ചിലവാക്കിയിട്ടുണ്ട്. അതുപോലെ ഓരോ ഇനത്തിനും കോടികൾ ചിലവിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ കേരള സർക്കാർ ശ്രമിച്ചത്. കൃത്യമായ സർവേയോ ഗവേഷണമോ പഠനമോ ഒന്നും തന്നെ നടത്താതെ നേരിട്ടിറങ്ങി ഞങ്ങളിപ്പോൾ റെയിൽവേ ലൈൻ സ്ഥാപിച്ച് കളയുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട ഇവർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെയാണ് കുറ്റം പറയുന്നത് എങ്കിൽ പോലും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയ ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ടായിരുന്നു. പ്രധാനമായി ബ്രോഡ് ഗേജ് ലൈനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ബ്രോഡ് ഗേജ് ലൈൻ തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ കേന്ദ്രം നിർബന്ധം പിടിച്ചിരുന്നു. കാരണം ഇത് റെയിൽവേയെ കണക്ട് ചെയ്തുകൊണ്ടാണ് പോകേണ്ടത് എങ്കിൽ കേരള സർക്കാർ പറയുന്നത് പോലെ കേരളത്തിൻ്റെ അധികൃതർ പറയും പോലെ റെയിൽവേ ലൈൻ നിർമ്മിക്കാൻ കഴിയുകയില്ല എന്ന് കേന്ദ്രം അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. കാരണം ഇതിൻ്റെ പ്രായോഗികത എന്നുള്ളൊരു കാര്യമുണ്ട്. പിണറായി സർക്കാരിൻ്റെ കാര്യമാകുമ്പോൾ പല കാര്യങ്ങളിലും അവർ പ്രായോഗികത ചിന്തിക്കാറില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. മാത്രമല്ല ഇതിന് മറ്റൊരു വശത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണക്കാർ ജനങ്ങൾ അവർ വീട് വിട്ട് എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ പാടില്ലാതെ ഇവർ കുറ്റിയടിച്ച സാഹചര്യത്തിൽ അവരെല്ലാവരും തന്നെ പ്രതിഷേധത്തിന് ഇറങ്ങുകയും പല സ്ഥലങ്ങളിലും പലർക്കും പോലീസ് മർദ്ദനമേറ്റ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. എത്രയോ പേരുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കേസുകളെല്ലാം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവർ കോടതി കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇനി ഇങ്ങോട്ട് ഈ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന്. നമ്മളൊരു കാര്യം ഓർക്കണം, 11 ജില്ലകളിലൂടെയാണ് ഈ സ്വപ്ന പദ്ധതി കടന്നു പോകുമായിരുന്നത്. അവിടെ എല്ലാം തന്നെ ഈ മഞ്ഞ കുറ്റിയിട്ടത് കാരണം ആളുകൾക്ക് ഇപ്പോൾ അവരുടെ വസ്തു എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്താൻ പോലും കഴിയാത്ത അവസ്ഥ, വസ്തു വിൽക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും പേര് എഴുതി വയ്ക്കാനോ ഒന്നും തന്നെ കഴിയാത്തൊരവസ്ഥയിലാണ് ജനങ്ങൾ ആകെ നട്ടം തിരിയുന്നൊരവസ്ഥ. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമായിരുന്നു ഇനി ഞങ്ങൾ ഈ പദ്ധതി നിർത്തി വെച്ചിരിക്കുന്നു, ഞങ്ങൾ ഈ കല്ലിട്ടതൊക്കെ നാട്ടുകാർ പിഴുതങ്ങ് കളഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഇനി പദ്ധതി വേണ്ട എന്ന്. പക്ഷേ അതിനും തയ്യാറാകാതെ ഒരു കാര്യവുമില്ലാതെ കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് മുടക്കി സ്വന്തക്കാരെ മുഴുവൻ ഈ കേരളത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ നിയമിക്കുകയൊക്കെ ചെയ്ത് ഈ ആവശ്യമില്ലാത്തൊരു സർവേയും കൂടെ നടത്തിയതിന് ശേഷം ഇപ്പോൾ ഇത് നടപ്പുള്ള കാര്യമല്ല എന്നാണ് തോന്നുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഇവർ നേരത്തെ പറഞ്ഞ പല പദ്ധതികളെയും പോലെ തന്നെ ഇത് വെറും സ്വപ്നത്തിലുള്ളൊരു പദ്ധതി മാത്രമായി അവശേഷിക്കുകയാണ്. എന്നാൽ കേരളയിൽ ഇപ്പോഴും ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്, ജീവനക്കാരുണ്ട്, വലിയ ശമ്പളം വാങ്ങിയവർ അവിടെ ജോലി നോക്കുന്നുണ്ട്. ഇത് പലരും ഡെപ്യൂട്ടേഷൻ വന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ കേരള സർക്കാരാണ് ഒരുക്കി കൊടുത്തിട്ടുള്ളത്, വാഹനങ്ങളും മറ്റെല്ലാ സംവിധാനങ്ങളും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന് വലിയൊരു നഷ്ടക്കച്ചവടമായി ഈ പദ്ധതി മാറിയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. കേരളയിൽ ഇപ്പോൾ മറ്റു ചില ജോലികളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ചില റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം, തിരുവനന്തപുരം സെൻട്രൽ, വർക്കല ശിവഗിരി സ്റ്റേഷൻ, ഇങ്ങനെ പല സ്റ്റേഷനുകളിൽ നവീകരണം നടത്തുന്നുണ്ട്. KSRTCയുടെ ഈ ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പല അവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഈ റെയിൽവേ ലൈൻ വലിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു സ്ഥാപനം വന്നു പോയി സ്വന്തക്കാരെ മുഴുവൻ അവിടെ നിയമിച്ച സാഹചര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ എന്ന് കരുതി ഇത്തരത്തിലുള്ള ഓരോരോ ജോലികൾ ഇപ്പോൾ കേരളത്തിന് വേണ്ടി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 51 കോടി രൂപയിലധികം നഷ്ടമായതിന് ആര് സമാധാനം പറയുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പല പദ്ധതികൾക്കും കോടിക്കണക്കിന് രൂപ വെറുതെയാക്കി പാഴാക്കി കളഞ്ഞതിന് റെക്കോർഡിട്ടിട്ടുള്ള ഒരു സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ കൈമലത്തി കാണിക്കുക എനക്കറിയില്ല എന്നുള്ള ഒരൊറ്റ മറുപടിയിൽ മിക്കവാറും മുഖ്യമന്ത്രിയോ കൂടെയുള്ള സഹപ്രവർത്തകരോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ ഒക്കെ തന്നെ ഇതിനെ കൈകഴുകാനാണ്
സാധ്യത. പക്ഷേ ഈ സാധാരണക്കാർ തല്ലുകൊണ്ട് ജനങ്ങളോട് ഇവർ എന്ത് സമാധാനം പറയുമെന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അതുപോലെ കേസെടുത്തുള്ള ആളുകളുടെയൊക്കെ പേരുള്ള കേസ് അവർ പിൻവലിക്കാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യവുമുണ്ട്. ആളുകൾ പോലീസ് സ്റ്റേഷനും കോടതിയും കയറി ഇറങ്ങി മടുത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇനിയുള്ള വർഷങ്ങളിലൊക്കെ തന്നെ ഈ കേസുകൾ പലരുടെയും പേരെടുത്തിട്ട് ക്രിമിനൽ കേസുകളാണ്. സർക്കാരിൻ്റെ ഒരു പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും സമരം ചെയ്താൽ അതിൻ്റെ പേരെടുത്തിട്ടുള്ളത് കൂടുതൽ കടുത്ത വകുപ്പുകൾ ചേർത്തായിരിക്കാം കേസെടുത്തിട്ടുള്ളത്. അതിന് അവരിന് കോടതി കയറി ഇറങ്ങണം. ഒരു ആവശ്യമില്ലാതെ നാട്ടുകാരെ മെനക്കെടുത്തിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നൊരു സങ്കല്പ പദ്ധതിയായി ഈ കേരളയിൽ അവശേഷിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഇതിൽ നിന്ന് തല ഊരാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ വരുന്ന പ്രസക്തമായൊരു ചോദ്യം. ഇപ്പോഴും കേരള സർക്കാർ പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ വിവേചനമാണ്, അവർ കേരളത്തോട് രാഷ്ട്രീയ പ്രതികാരം കിട്ടുന്നു, ഇവിടുത്തെ BJP നേതാക്കൾ ഇടപെട്ടാണ് ഈ പദ്ധതി പൊളിച്ചത് എന്നൊക്കെയാണ്. പക്ഷേ ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ എല്ലാ സാധ്യതകളും അതിൻ്റെ ന്യൂനതകളും പ്രശ്നങ്ങളും എല്ലാം ചൂണ്ടിക്കാട്ടി വേണം. ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിങ്ങനെ പരിഹരിക്കാമെന്നുള്ള കാര്യം പോലും വെളിപ്പെടുത്താതെ വെറുതെ ഒരു DPR തയ്യാറാക്കി കൊടുക്കുകയും അത് കേന്ദ്ര സർക്കാർ പിന്നെ ഇത് എന്ത് ചെയ്തു എന്നൊരു അന്വേഷിക്കാതിരിക്കുക. ഒടുവിൽ അവർ ചില നിർദ്ദേശങ്ങൾ ഇത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ മാത്രം എന്നാൽ ഇനി അങ്ങോട്ട് നടപ്പാക്കേണ്ട എന്ന് ചിന്തിക്കാനും ഒക്കെ ഈ കേരള സർക്കാർ തയ്യാറാവുന്നത് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും സംഭവിക്കാറുള്ളത് സ്വന്തക്കാരെ തിരികെ കയറ്റാനും അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ നടക്കാൻ പോകുന്ന വലിയൊരു ഭൂമി കച്ചവടത്തിന് കൂട്ടുനിൽക്കാനും അതിൻ്റെ പങ്ക് പറ്റാനുമൊക്കെ തന്നെയാണ് കേരള സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയതെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായി മാറുകയാണ് ഈ കേരളയിൽ പദ്ധതി. സിൽവർ ലൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് ജനങ്ങളുടെ തലക്കടിക്കുന്ന ഒരു പദ്ധതി പോലെ ആയിപ്പോയി. കാരണം അവിടെ താമസിക്കുന്ന ജനങ്ങൾ അവർ ഇനി എങ്ങോട്ട് പോകുമെന്നുള്ളൊരു ചോദ്യം അന്ന് പലരും ഉന്നയിച്ചിരുന്നു. അതിനൊന്നും തന്നെ കൃത്യമായ മറുപടി പറയാതെ കാണുന്നിടത്തെല്ലാം ഈ സർവേ നടത്തി ഈ മഞ്ഞക്കല്ലുകൾ സ്ഥാപിച്ചതല്ലാതെ പിന്നീട് അങ്ങോട്ട് ഒരു കാര്യം ഇവർ ചെയ്തിട്ടില്ല. ശബരി പദ്ധതി പോലെയൊക്കെ തന്നെ കേരളത്തിലെ ഒരുപാട് വികസനം കൊണ്ടുവരാൻ സാധ്യതയുള്ള നിരവധി റെയിൽവേ പദ്ധതികളെ പോലെ ഇതും ഒടുവിൽ ഫ്രീസറിൽ ഒതുങ്ങാനാണ് സാധ്യത.